അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബി.എഡ് ഫസ്റ്റ് സെമസ്റ്റർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓപ്ഷണൽ അറബി കോഴ്സിൻ്റെ തിയററ്റിക്കൽ ബേസിസ് ഓഫ് ടീച്ചിങ് അറബി എന്നുള്ള ടോപ്പിക്കിലാണ് ഇന്ന് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം, മാഹിയ അലാഖത്തു ബൈനൽ ലുഗത്തി വസ്സഖാഫ. ഭാഷയും സംസ്കാരവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ചോദ്യം. ആൻസർ, അല്ലുഗത്തു വസ്സഖാഫത്തു തർതബിതാനി ബിശക്ലിൻ അമീഖ്. ആഴത്തിലുള്ള ബന്ധമാണ് ഭാഷയും സംസ്കാരവും തമ്മിലുള്ളത്. കുല്ലു ലുഗത്തിൻ തുംകിനു ഫീഹാ അസ്സാലത്തുൻ സഖാഫിയ്യ. എല്ലാ ഭാഷക്കും സാംസ്കാരികമായിട്ടുള്ള മൗലികത ഉണ്ട്. വതതജല്ലാ ഫി അദബിഹ ഫുനൂനിഹ വതഖാലീദിഹ. സാംസ്കാരികമായിട്ടുള്ള ആ മൗലികത ഭാഷയുടെ പാരമ്പര്യത്തിലും കലകളിലും സാഹിത്യത്തിലും പ്രകടമാണ്. ഇന്നൽ ലുഗത ഫിൽ ഹിന്ദി വവിലായത്തി കേരള ലൈസത് മുജറദ് വസീല ലിത്തവാസുൽ. ആശയവിനിമയത്തിനുള്ള ഒരു ഉപാധിയായി മാത്രമല്ല കേരളത്തിൽ, ഇന്ത്യയിൽ ഭാഷയെ ഉപയോഗിക്കുന്നത്. ബൽ ഹിയ നാഫിദത്തുൻ തഫ്തഹു അലാ താരീഖിഹ വതുറാസിഹൽ മുതനവ്വിഅ. പക്ഷേ വൈവിധ്യമാർന്ന പാരമ്പര്യത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും മേൽ തുറന്നു കിടക്കുന്ന ഒരു ജനൽ പാളിയാണ് ഭാഷ എന്ന് പറയുന്നത്. തളുഹറു അലാഖത്തുഹുമാ ബിത്തഅബീരി സഖാഫി വത്തവാസുൽ വൽഹിഫാദ് അല തുറാസ്. ഭാഷയും സംസ്കാരവും തമ്മിലുള്ള ബന്ധം അത് പാരമ്പര്യത്തെ സംരക്ഷിക്കലും ആശയവിനിമയവും സാംസ്കാരിക പ്രകടനവും വ്യക്തമാക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഭാഷയും സംസ്കാരവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അറബികളുടെ സംസ്കാരത്തെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതിൽ അറബി ഭാഷയ്ക്ക് വളരെയധികം ബന്ധമുണ്ട്. ഇംഗ്ലീഷുകാരുടെ സംസ്കാരത്തെ ഇന്ത്യ, കേരളം പോലെയുള്ള പ്രദേശങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിൽ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ഒരുപാട് പങ്കുണ്ട്. മറ്റു രാജ്യങ്ങളിൽ ഓരോ ഭാഷയും അവരുടെ സംസ്കാരത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഭാഷയും സംസ്കാരവും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഇത് എസ്സേക്ക് ചോദിക്കാൻ സാധ്യത കുറവാണ്. 4 മാർക്കിനോ 2 മാർക്കിനോ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നന്നായി പഠിക്കുക. ഓക്കെ. പ്രധാനമായിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ വരാറുള്ളത് മൽ മുറാദു ബിൽ മോർഫോളജിയ. മറ്റൊരു ക്വസ്റ്റ്യൻ മഹുവ ഫോണോളജിയ. അതിന് ആൻസറാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, തുഅദ്ദുൽ ലുഗ മിൻ അഹമ്മിൽ വസായിലിൽ ലത്തി യഅ്തമിദു അലൈഹൽ ബശറു ലിത്തഫാഹുമി വത്തഅബീരി. എക്സ്പ്രഷൻ ചെയ്യാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി മനുഷ്യൻ അവലംബിക്കുന്ന വഴികളിൽ, മാർഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഭാഷ എന്ന് പറയുന്നത്. വതതകവ്വനു മിൻ അൻളിമത്തിൽ ലുഗവിയ്യ. ഭാഷാപരമായ ഘടനകളിൽ നിന്നാണ് അത് രൂപപ്പെടുന്നത്. ആ ഘടനകൾ വഹിയ അർബഅത്തുൻ, അത് 4 എണ്ണമാകുന്നു. ഒന്ന് അന്നിളാമു സൗതി ഫോണറ്റിക്സ്, അന്നിളാമു നഹവി സിൻടാക്സ്, അന്നിളാമു സർഫി മോർഫോളജി, അന്നിളാമു ദലാലി സെമാൻറ്റിക്സ്. നിളാമു സൗത്തി എന്ന് പറഞ്ഞാൽ അത് സൗത്തുമായി, ശബ്ദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പഠനമാണ്. അപ്പോൾ അന്നിളാമു നഹവി എന്ന് പറയുന്നത് സെൻറ്റൻസുമായി, ജുംലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനമാണ്. അന്നിളാമു സർഫി എന്ന് പറയുന്നത് കലിമത്തുകളുടെ രൂപമാറ്റവുമായി ബന്ധപ്പെട്ട പഠനമാണ്. അന്നിളാമു ദലാലി എന്ന് പറഞ്ഞാൽ
മഅന അർത്ഥവുമായി ബന്ധപ്പെട്ട പഠനമാണ്. അപ്പോൾ ഇങ്ങനെ പൊതുവായി നമുക്ക് ചുരുക്കി ഇങ്ങനെ വിശദീകരിക്കാൻ പറ്റും. ഇനി എക്സാമിന് 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്ന് കൂടുതൽ പരിചയപ്പെടേണ്ടതുണ്ട്. മാഹുവ ഫൊണോളജിയ, എന്താണ് ഫൊണോളജി എന്ന് പറഞ്ഞാൽ? അൽ ഫൊണോളജിയ തുസമ്മ നിലാമു സൗത്തി, നിലാമു സൗത്തി എന്ന പേരും ഫൊണോളജിയൊക്കെ തതഅല്ലഖു ബിൻ നുത്ഖി, അത് പ്രൊണൗൺസിയേഷൻ ഉച്ചാരണവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. വയഅ്തബിറു ഫീഹ അസ്വാത്തുൽ ഹുറൂഫി, അക്ഷരങ്ങളുടെ ശബ്ദങ്ങൾ അതിൽ പരിഗണിക്കപ്പെടുന്നുണ്ട്. മഖാരിജുൽ ഹുറൂഫി, അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ അതിൽ പരിഗണിക്കും. തജ്വീദ്, ഖുർആൻ പാരായണ ശാസ്ത്രമൊക്കെ അതിൽ പരിഗണിക്കപ്പെടുന്നുണ്ട്. മാഹുവ മോർഫോളജിയ, എന്താണ് മോർഫോളജിയ എന്ന് പറഞ്ഞാൽ? അൽ മോർഫോളജിയ യുസമ്മ അൽ നിലാമു സൊറഫി, നിലാമു സൊറഫി എന്ന് പേരുണ്ട്. ഹുവ ദിറാസത്തു അനിൽ കലിമാറ്റി അവൽ മുഫ്രദാത്തി, പദങ്ങളെക്കുറിച്ചും വാക്കുകളെക്കുറിച്ചുമുള്ള പഠനമാണ് മോർഫോളജിയ. യതഅല്ലഖു ബിഖവാഇദി തഗയ്യുരിൽ കലിമാത്ത്, പദവ്യത്യാസങ്ങളുടെ നിയമങ്ങളുമായി ബന്ധപ്പെട്ടതാണിത്. വതക്വീനിഹ ബിനാഅൻ അലൽ സമനി വൽ അദദി വൽ ജിൻസ്, വർഗം, എണ്ണം, കാലം എന്നിവയുടെ നിർമ്മാണവും ളമീറു പോലെ, ഹാല് പോലെയുള്ള മറ്റു ഘടകങ്ങളുടെ നിർമ്മാണം പോലെ ഇത് ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് മോർഫോളജി എന്ന്. അപ്പോൾ ജിൻസ് എന്ന് പറഞ്ഞാൽ അത് മുഅന്നസാണോ മുദക്കറാണോ, അദദ് എന്ന് പറഞ്ഞാൽ അത് വാഹിദാണോ മുസന്നയാണോ ജംആണോ, സമനദ് എന്ന് പറഞ്ഞാൽ മാദിയാണോ മുളാരിയാണോ, അങ്ങനെ ഉള്ള ഒരു നിർമ്മാണവും ബന്ധപ്പെട്ട പഠനം കൂടിയാണ് മോർഫോളജി സർഫ് എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത സെഷനിൽ കാണാം. അസ്സലാമു അലൈക്കും.